ദൈവനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. നമ്മുടെ ബൈബിൾ പഠനത്തിലേക്ക് എല്ലാ പ്രിയപ്പെട്ടവർക്കും സ്വാഗതം. ഈ ശബ്ദം ശ്രവിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും വേഗം വരുന്ന യേശുക്രിസ്തുവിൻ്റെ നാമത്തിലുള്ള സ്നേഹവും വന്ദനവും അറിയിക്കുകയാണ്. നാം ചിന്തിച്ചു വരുന്നതായ വിഷയം ക്രിസ്തുവിൻ്റെ മനുഷ്യാവതാരവും കന്യകാ ജനനവും എന്നത് സംബന്ധിച്ചാണല്ലോ. അതിനോടുള്ള ബന്ധത്തിൽ എന്താണ് ഈ ജഡാവതാരം അല്ലെങ്കിൽ കന്യകാജനനം, അതിൻ്റെ പിന്നിലുള്ള ആശയം എന്താണ് എന്നും ജഡാവതാരത്തെക്കുറിച്ചുള്ള ദൈവവചനത്തിൻ്റെ സാക്ഷ്യം എന്തെല്ലാം ആണ് എന്നുമുള്ളതായ വിഷയങ്ങൾ ഇതിനോടകം നാം ചിന്തിച്ചു കഴിഞ്ഞു. ഇന്ന് നാം ചിന്തിക്കുവാനായിട്ട് പോകുന്നത് ജഡാവതാരത്തെ സംബന്ധിച്ച പ്രവചനവും ആയതുപോലെ ജഡാവതാരത്തിൻ്റെ ലക്ഷ്യങ്ങൾ എന്തെല്ലാമാണ് എന്നുമുള്ളതായ വസ്തുതകൾ ചുരുങ്ങിയ നിമിഷങ്ങൾക്കുള്ളിൽ നാം ചിന്തിക്കുവാനായിട്ട് ആഗ്രഹിക്കുന്നു. ക്രിസ്തുവിൻ്റെ ജഡാവതാരത്തെ സംബന്ധിച്ച പ്രവചനം, വാഗ്ദത്ത മശിഹ ഒരു കന്യകയിൽ കൂടി ജഡാവതാരമെടുക്കുന്നു എന്നുള്ള ഈ വസ്തുത ദാവീദ്, യെശയ്യാവ്, മീഖ തുടങ്ങിയ പ്രവാചകന്മാർ അവർ കാലങ്ങൾക്കു മുന്നമേ, നൂറ്റാണ്ടുകൾക്ക് മുന്നമേ, യേശുക്രിസ്തു ജനിക്കുന്നതിനും അനേക നാളുകൾക്ക് മുന്നമേ തന്നെ പ്രവചിച്ചതായ വസ്തുതകളാണ് എന്ന് തിരുവചനം നമ്മെ പഠിപ്പിക്കുകയാണ്. അനവധി ദൈവവചന ഭാഗങ്ങൾ അത് തെളിയിക്കുന്നുണ്ട്. എബ്രായർക്ക് എഴുതിയ ലേഖനം 10 അധ്യായം 5 മുതൽ 7 വരെയുള്ള വചനങ്ങൾ, സങ്കീർത്തനം 40, യെശയ്യാവ് 7 അധ്യായം 9 അധ്യായം, മീഖ 5 അധ്യായം, അതുപോലെ ലൂക്കോസിൻ്റെ സുവിശേഷത്തിലും മത്തായിയുടെ സുവിശേഷത്തിലുമെല്ലാം ഈ പ്രവചന ഭാഗങ്ങളെല്ലാം ഉദ്ധരിച്ചിരിക്കുന്ന കാര്യങ്ങളും നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട്. അപ്പോൾ ജഡാവതാരം അല്ലെങ്കിൽ കന്യകാജനനം എന്ന് പറയുന്നത് ഒരിക്കലും ആകസ്മികമായിട്ട് നടന്ന ഒരു പ്രവൃത്തിയല്ല, മറിച്ച് ഈ സംഭവം നടക്കുന്നതിനും അനേക നാളുകൾക്ക് മുന്നമേ തന്നെ വ്യക്തമായി പ്രവാചക ശബ്ദത്തിലൂടെ അരുളി ചെയ്തതായ ആ തിരുവെഴുത്തിൻ്റെ സമ്പൂർണ്ണ നിവൃത്തീകരണമാണ് ജഡാവതാരത്തിലൂടെ, കന്യകാജനനത്തിലൂടെ നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയുന്നത്. നാം പ്രത്യാശിക്കുന്ന, നാം വിശ്വസിക്കുന്ന, നാം ആരാധിക്കുന്ന ഈ വാഗ്ദത്ത മശിഹ അതേ പ്രവചനങ്ങളുടെ പൂർത്തീകരണമായി ഈ ഭൂമിയിൽ കടന്നു വന്ന വ്യക്തിയാണ്. നമ്മെ ഉദ്ധരിക്കുവാനും നമ്മെ നിത്യതയിലേക്ക് നയിക്കുവാനും വേണ്ടുന്നതായ നിലയിൽ കർത്താവായ യേശുക്രിസ്തു വ്യക്തമാർന്ന ദൈവിക പദ്ധതികളുടെ പൂർത്തീകരണത്തിന് വേണ്ടിയിട്ട് ഈ ലോകത്തിൽ കടന്നു വന്നു എന്ന് നാം മനസ്സിലാക്കുകയാണ്. അതുകൊണ്ട് പ്രവചനത്തിൻ്റെ പൂർത്തീകരണമാണ്. പ്രവചനത്തിൽ തന്നെക്കുറിച്ചാണ് പ്രവാചകന്മാരും ശരിയായ നിലയിൽ പോയിൻ്റ് ഔട്ട് ചെയ്യുന്നത്, ചൂണ്ടിക്കാണിക്കുന്നത് ഒരു വാഗ്ദത്ത മശിഹയെയാണ്. വാഗ്ദത്ത മശിഹയിലൂടെ ഉളവാകുന്ന ഒരു സ്ഥിതിവിശേഷമാണ് പ്രവാചകന്മാർക്കെല്ലാം ചൂണ്ടിക്കാണിക്കുവാൻ ഉണ്ടായിരുന്നത്. ആ രീതിയിൽ ഈ ജഡാവതാരത്തെ സംബന്ധിച്ച ആ പ്രവചനം നമുക്ക് പ്രവാചകന്മാരുടെ വാക്കുകളിലൂടെ സവിസ്തരം പ്രവാചക പുസ്തകങ്ങളിലൂടെ മനസ്സിലാക്കിയെടുക്കുവാനായിട്ട് സാധിക്കുന്നു
എന്ന് പറഞ്ഞ ആ വിഷയം ഞാൻ വിടുകയാണ്. മറ്റൊരു വസ്തുത നാം ഇന്ന് ചിന്തിക്കുന്നത് ക്രിസ്തുവിൻ്റെ ജഡാവതാരത്തിൻ്റെ ലക്ഷ്യങ്ങളാണ്. എന്തെല്ലാം ലക്ഷ്യങ്ങൾ വെച്ചുകൊണ്ടായിരുന്നു ഈ ജഡാവതാരം, അല്ല എങ്കിൽ ഈ ജഡാവതാരത്തിലൂടെ കൈവരിക്കപ്പെട്ട ലക്ഷ്യങ്ങൾ എന്തെല്ലാമാണ് എന്നുള്ളത് നമുക്കൊന്ന് ചിന്തിക്കുവാനായിട്ട് ഇടയാകട്ടെ. യോഹന്നാൻ്റെ സുവിശേഷം 1-ാമത്തെ അധ്യായം അതിൻ്റെ 18-ാമത്തെ വാക്യം നാം വായിക്കുമ്പോൾ, ദൈവത്തെ ആരും ഒരു നാളും കണ്ടിട്ടില്ല, പിതാവിൻ്റെ മടിയിൽ ഇരിക്കുന്ന ഏകജാതനായ പുത്രൻ അവനെ വെളിപ്പെടുത്തിയിരിക്കുന്നു. ഒന്നാമത്തെ ലക്ഷ്യം എന്ന് പറയുന്നത് നമ്മിലേക്ക് ദൈവത്തെ വെളിപ്പെടുത്തുക എന്നുള്ളതായിരുന്നു. നാം ആരും കണ്ടിട്ടില്ലാത്ത ദൈവത്തെ നമുക്ക് കാണിച്ചു തരുവാൻ, നമ്മിൽ ആ ദൈവത്തെക്കുറിച്ചുള്ള യഥാർത്ഥ പ്രകാശനം പകർന്നു തരുവാൻ സാക്ഷാൽ ദൈവം മനുഷ്യനായി, വേഷത്തിൽ മനുഷ്യനായി ഈ ഭൂമിയിൽ പിറക്കുവാൻ സംഗതിയായി. നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ലഭിച്ചിരിക്കുന്ന വലിയ ഒരു ഭാഗ്യമാണ് സാക്ഷാൽ ദൈവത്തെ നമുക്ക് വെളിപ്പെടുത്തിയിരിക്കുകയാണ്. ആ ദൈവത്തിൽ വിശ്വസിക്കുവാനും ആ ദൈവത്തെ അനുസരിക്കുവാനും നമുക്ക് കഴിയുന്നത് എത്രയോ വലിയ ഭാഗ്യമാണ്. യേശുക്രിസ്തുവിലൂടെയാണ്, തൻ്റെ ജഡാവതാരത്തിലൂടെയാണ് നമുക്കത് കഴിഞ്ഞിരിക്കുന്നത് എന്നത് വളരെ ചിന്തനീയമാണ്. 1 പത്രോസിൻ്റെ ലേഖനം 2-ാമത്തെ അധ്യായം അതിൻ്റെ 21-ാമത്തെ വാക്യം ഇപ്രകാരം വായിക്കുന്നു. 1 പത്രോസിൻ്റെ ലേഖനം 2-ാമത്തെ അധ്യായം 21-ാമത്തെ വാക്യം. അതിനായിട്ടല്ലോ നിങ്ങളെ വിളിച്ചിരിക്കുന്നത്, ക്രിസ്തുവും നിങ്ങൾക്ക് വേണ്ടി കഷ്ടം അനുഭവിച്ചു, നിങ്ങൾ അവൻ്റെ കാൽച്ചുവട് പിന്തുടരുവാൻ ഒരു മാതൃക വച്ചേച്ച് പോയിരിക്കുന്നു. എന്തിനു വേണ്ടിയായിരുന്നു യേശുക്രിസ്തുവിൻ്റെ ജഡാവതാരം? നമുക്ക് വേണ്ടി നല്ല ഒരു മാതൃകയാകുവാൻ വേണ്ടിയായിരുന്നു ആ ജഡാവതാരം. ഈ ഭൂമിയിൽ എങ്ങനെയാണ് ജീവിക്കേണ്ടത്, എങ്ങനെയാണ് പ്രവർത്തിക്കേണ്ടത്, എങ്ങനെയാണ് ചിന്തിക്കേണ്ടിയത്, എങ്ങനെയുള്ള ഒരു ആത്മീകതയാണ് നമ്മിൽ ഉണ്ടാകേണ്ടിയത്, കഷ്ടങ്ങളുടെ നടുവിൽ നമ്മളുടെ സമീപനം എപ്രകാരമായിരിക്കണം തുടങ്ങി ഒട്ടനവധി കാര്യങ്ങൾക്ക് ഒരു നല്ല മാതൃക കാണിക്കുവാൻ ഇഹലോകവാസത്തിൽ കർത്താവായ യേശുക്രിസ്തുവിന് കഴിഞ്ഞു. പ്രിയപ്പെട്ടവരെ, നമുക്ക് വേണ്ടി നല്ല ഒരു മാതൃകയാകുക എന്നുള്ളത് ജഡാവതാരത്തിൻ്റെ പിന്നിലെ ഒരു ലക്ഷ്യമായിരുന്നു. മൂന്നാമതായി 1 തീമോഥെയോസിൻ്റെ ലേഖനം 1-ാമത്തെ അധ്യായം അതിൻ്റെ 15-ാമത്തെ വാക്യം, ക്രിസ്തു യേശു പാപികളെ രക്ഷിപ്പാൻ ലോകത്തിൽ വന്നു എന്നുള്ളത് വിശ്വാസ്യവും എല്ലാവരും അംഗീകരിപ്പാൻ യോഗ്യവുമായ വചനം തന്നെ. ആ പാപികളിൽ ഞാൻ ഒന്നാമൻ. ജഡാവതാരത്തിൻ്റെ പിന്നിലുള്ള മറ്റൊരു അതിമഹത്തായ ലക്ഷ്യമെന്ന് പറയുന്നത് മാനവ ജനതയുടെ രക്ഷകനാകുക എന്നുള്ളതാണ്. ഒരു മനുഷ്യനായി ഭൂമിയിൽ പിറന്ന് മാനവ ജനതയുടെ മുഴുവൻ പാപഭാരവും എല്ലാ മനുഷ്യർക്കും വേണ്ടി ഏറ്റെടുത്ത് മരണം വരിച്ച്, പാപത്തിൻ്റെ ശിക്ഷയാകുന്ന മരണം മരണത്തിലൂടെ അല്ലെങ്കിൽ സ്വന്തം ശരീരത്തിലൂടെ അത് ഏറ്റെടുത്ത്, അത് വഹിച്ച് മറ്റുള്ളവരുടെ പകരക്കാരനായി, പ്രായശ്ചിത്തമായി അതേ മരണം വരിച്ച് മറ്റു മനുഷ്യരെ രക്ഷിക്കുക, അവരുടെ രക്ഷകനായി തീരുക എന്നുള്ള ഉദ്ദേശ ലക്ഷ്യം ജഡാവതാരത്തിൻ്റെ പിന്നിൽ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുകയാണ്. കർത്താവായ യേശുക്രിസ്തു ബെത്ലഹേമിൽ പിറന്നു എന്ന് കേൾക്കുമ്പോൾ
അതെ, ആ ജഡാവതാരം എന്നുള്ളതായ ആ വസ്തുത നാം മനസ്സിലാക്കുമ്പോൾ പ്രിയപ്പെട്ടവരെ, അതിൽ നമ്മുടെ ഓരോരുത്തരുടെയും രക്ഷ അടങ്ങിയിരിക്കുകയാണ്. നമ്മുടെ രക്ഷകനായിട്ടാണല്ലോ, എന്നെ രക്ഷിക്കുവാൻ വേണ്ടിയിട്ടായിരുന്നുവല്ലോ യേശുക്രിസ്തു താണഭൂമിയിലേക്ക് ഇറങ്ങി വന്നത് എന്നത് വിസ്മരിച്ചുകൂടാ. അപ്പോൾ മാനവ ജനതയുടെ രക്ഷകനാകുക എന്നുള്ളത് ജഡാവതാരത്തിൻ്റെ പിന്നിലെ വലിയ ഒരു ലക്ഷ്യമാണ്. കൊലോസ്യ ലേഖനം 2-ാമത്തെ അധ്യായം 13-ാമത്തെ വാക്യത്തിൽ നാം ഇങ്ങനെ വായിക്കുന്നു. 13-ാമത്തെ വാക്യം: അതിക്രമങ്ങളിലും നിങ്ങളുടെ ജഡത്തിൻ്റെ അഗ്രചർമ്മത്തിലും മരിച്ചവരായിരുന്ന നിങ്ങളെയും അവൻ അവനോടുകൂടെ ജീവിപ്പിച്ചു. അതിനെ തുടർന്നുള്ള വാക്യങ്ങൾ: അതിക്രമങ്ങളൊക്കെയും നമ്മോട് ക്ഷമിച്ച ചട്ടങ്ങളാൽ നമുക്ക് വിരോധവും പ്രതികൂലവുമായിരുന്ന കയ്യെഴുത്ത് മായിച്ച് ക്രൂശിൽ തറച്ച് നടുവിൽ നിന്ന് നീക്കിക്കളഞ്ഞു. വാഴ്ചകളെയും അധികാരങ്ങളെയും ആയുധവർഗം വെപ്പിച്ചു. ക്രൂശിൽ അവരുടെ മേൽ ജയോത്സവം കൊണ്ടാടി അവരെ പരസ്യമായ കാഴ്ചയാക്കി. ക്രിസ്തുവിൻ്റെ ജഡാവതാരത്തിൻ്റെ മറ്റൊരു ലക്ഷ്യം എന്ന് പറയുന്നത് പിശാചിൻ്റെ പ്രവർത്തികളെ തകർത്തു കളയുക എന്നുള്ളതായിരുന്നു. ആ ലക്ഷ്യം കൈവരിക്കപ്പെട്ടിരിക്കുകയാണ്. ആയുധവർഗം വെപ്പിച്ച് ക്രൂശിൽ ജയോത്സവം കൊണ്ടാടി എന്നാണ് തിരുവെഴുത്ത് സാക്ഷ്യപ്പെടുത്തുന്നത്. പിശാചിൻ്റെ പ്രവർത്തികളെ തകർക്കുക എന്നത് ജഡാവതാരത്തിൻ്റെ ഒരു ലക്ഷ്യമായിരുന്നു. അതുപോലെ തന്നെ എബ്രായ ലേഖനം 5-ാമത്തെ അധ്യായം 7-ാമത്തെ വാക്യം വായിക്കുമ്പോൾ എന്നേക്കുമുള്ള മഹാപുരോഹിതനാകുക എന്നുള്ളത് ജഡാവതാരത്തിൻ്റെ ഒരു ഒഴിച്ചുകൂടാനാകാത്ത ലക്ഷ്യമായിരുന്നു. എന്നേക്കുമുള്ള ഒരു മഹാപുരോഹിതനായി. ഇനി പാപങ്ങൾക്ക് വേണ്ടി ഒരു മഹാപുരോഹിതനും പ്രായശ്ചിത്തം കഴിക്കേണ്ട കാര്യമില്ല, യാഗം കഴിക്കേണ്ട കാര്യമില്ല. എന്നേക്കുമുള്ള ഒരു മഹാപുരോഹിതൻ താൻ തന്നെ അറുക്കപ്പെടുന്നതായ, താൻ തന്നെ യാഗമായി തീരുന്നതായ ഒരു അമൂല്യമായ അനുഭവമാണ് കർത്താവായ യേശു ക്രിസ്തുവിലൂടെ കൈവരിക്കപ്പെട്ടിരിക്കുന്നത്. അതുപോലെ തന്നെ ദാവീദിനോടുള്ള ഉടമ്പടിയുടെ പൂർത്തീകരണമാകുക എന്നേക്കും. അതെ, ദാവീദിൻ്റെ സിംഹാസനത്തിൽ ഇരുന്നരുളുന്നതായ ഒരു രാജാവിനെ നാം തന്നോടുള്ള ഉടമ്പടിയിൽ കാണുകയാണ്. ദാവീദിനോടുള്ള ഉടമ്പടി. ലൂക്കോസിൻ്റെ സുവിശേഷം 1-ാമത്തെ അധ്യായം 32-33 വാക്യങ്ങൾ, 2 ശമൂവേലിൻ്റെ പുസ്തകം 7-ാമത്തെ അധ്യായം 16-ാമത്തെ വാക്യം തുടങ്ങി ഒട്ടനവധി വാക്യങ്ങളിൽ ദാവീദിനോടുള്ള ഉടമ്പടിയുടെ പ്രസക്തി നമുക്ക് കാണുവാനായിട്ട് സാധിക്കുകയാണ്. കർത്താവായ യേശുക്രിസ്തുവിനെ ദൈവം അപ്രകാരം ദാവീദിൻ്റെ സിംഹാസനത്തിൽ ഇരുന്നരുളുന്ന ഒരു രാജാവായി അതെ അഭിഷേകം ചെയ്തിരിക്കുകയാണ് എന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയുകയാണ്. നീതിയുള്ള ന്യായാധിപതിയാകുക എന്നുള്ളത് ജഡാവതാരത്തിൻ്റെ പിന്നിലെ മറ്റൊരു ലക്ഷ്യമാണ്. യോഹന്നാൻ്റെ സുവിശേഷം 5-ാമത്തെ അധ്യായം 22 മുതൽ 27 വരെയുള്ളതായ വേദഭാഗം. എഫേസ്യ ലേഖനം 1:22 വെളിച്ചത്തിൽ ചിന്തിച്ചാൽ ദൈവസഭയുടെ തലയാകുക എന്നുള്ള ഒരു ലക്ഷ്യം തൻ്റെ ജഡാവതാരത്തിൻ്റെ പിന്നിൽ ഉള്ളതായിട്ട് നാം മനസ്സിലാക്കുകയാണ്. ദൈവസഭയുടെ യഹൂദന്മാരിൽ നിന്ന് ജാതീയ വ്യവസ്ഥിതികളിൽ നിന്നെല്ലാം കർത്താവായ യേശുക്രിസ്തുവിൽ വിശ്വസിച്ച് കടന്നു വരുന്നതായ അതെ ദൈവസഭ എന്ന ക്രിസ്തുവിൻ്റെ ശരീരത്തിൻ്റെ തലയായി നിലകൊള്ളുക എന്നുള്ളത് തൻ്റെ ജഡാവതാരത്തിൻ്റെ ലക്ഷ്യങ്ങളിലൊന്നാണ്. പ്രവചനങ്ങളെയെല്ലാം പൂർത്തീകരിക്കുക. കർത്താവായ യേശുക്രിസ്തു ഇല്ല എങ്കിൽ പ്രവചനങ്ങൾ പൂർത്തീകരിക്കപ്പെടത്തില്ല. അതേ, ഒരു മനുഷ്യനായി സാക്ഷാൽ ദൈവം മനുഷ്യനായി പിറക്കുന്നില്ല എങ്കിൽ പ്രവചനങ്ങളൊന്നും നിറവേറുകയില്ല. അങ്ങനെയെങ്കിൽ പ്രവചനങ്ങളെയെല്ലാം പൂർത്തീകരിക്കുക എന്ന ഒരു ലക്ഷ്യം
ജഡാവതാരത്തിൻ്റെ പിന്നിലുള്ളതായി നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയുന്നു. പ്രിയപ്പെട്ടവരെ, ഇത്രയും ബൃഹത്തായ ലക്ഷ്യങ്ങൾ ഉള്ളതായ ജഡാവതാരം കർത്താവായ യേശു ക്രിസ്തു, അതേ മനുഷ്യനായി നമ്മുടെ രക്ഷകനായി ഈ ഭൂമിയിൽ പിറന്നതായ ആ വലിയ സത്യത്തെ അംഗീകരിച്ച് അതിൻ്റെ അടിസ്ഥാനത്തിൽ കർത്താവായ യേശു ക്രിസ്തുവിലൂടെ ലഭ്യമായ എല്ലാ ദൈവവചന സത്യങ്ങളെയും അനുസരിക്കുവാനും ഉൾക്കൊള്ളുവാനും അതിൻ്റെ നന്മകൾ അനുഭവിക്കുവാനും ദൈവം നമ്മെ അനുവദിക്കുന്നതോർത്ത് ദൈവത്തെ മഹത്വപ്പെടുത്തുകയാണ്. അന്ത്യശ്വാസം വരെയും കർത്താവിന് വേണ്ടി നിലകൊണ്ട് കർത്താവിൻ്റെ വക്താക്കളായി നമുക്ക് ഓരോരുത്തർക്കും ജീവിക്കുവാൻ ദൈവം നമ്മെ സഹായിക്കട്ടെ എന്ന പ്രാർത്ഥനയോടെ ഈ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. വീണ്ടും അടുത്ത ആഴ്ചയിൽ നമുക്ക് ജഡാവതാരത്തിൻ്റെ തുടർന്നുള്ള ചിന്തകളിലേക്ക് പ്രവേശിക്കാം. ദൈവത്തിന് മഹത്വം, ദൈവത്തിന് സ്തോത്രം.